നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഗുരുവായൂർ ആനക്കോട്ടയിൽ പോയ വിശേഷങ്ങളും പിന്നെ പഴയിടം രുചി ഗുരുവായൂർ നമ്മൾ നാട്ടിൽ വരുമ്പോൾ പോയി എപ്പോഴെങ്കിലും പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ് പഴയിടം രുചിയുടെ സദ്യ കഴിക്കണം എന്നുള്ളത്. അപ്പോൾ പാലക്കാട് വേറെ ഏതോ സ്ഥലങ്ങളിലൊക്കെയാണ് ഇതുള്ളത്. അപ്പോൾ ദൂരം കൂടുതലായാലും ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മളപ്പോൾ ഗുരുവായൂർ വന്നപ്പോൾ എന്തായാലും അവിടെ പോകണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും ഏട്ടനും നാട്ടിലും മാത്രമാണ് പോയത്. ഗുരുവായൂർ അമ്പലത്തിലേക്ക് നമ്മൾ പിന്നെ പോകുന്നുണ്ട്. അപ്പോൾ പോകുമ്പോൾ നമ്മൾ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സദ്യ കഴിച്ചു. നല്ല അടിപൊളി സദ്യയായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവരും നല്ല ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗുരുവായൂർ ആനക്കോട്ടയിൽ പോയി. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കുമല്ലോ ആനേനെ. നാണൂട്ടനെ നല്ല ഇഷ്ടമാണ് ആനേനെ കാണാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ആനേനെയൊക്കെ കണ്ടു. പിന്നെ ഉച്ച സമയമാണെങ്കിലും അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. നിറയെ മരങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് നമുക്ക് വെയിലിൻ്റെ ചൂടൊന്നും അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറേ നേരം അവിടെ ചിലവഴിക്കാൻ പറ്റി. പിന്നെ മരത്തണലിൽ കുറേ ഇരിക്കാനുള്ള ബെഞ്ചുകളൊക്കെ ഇങ്ങനെ പണിതിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറേ നേരം അവിടെ ഇരുന്ന് വിശ്രമിക്കാനും അങ്ങനെ അവിടെ ആനേനെയൊക്കെ കാണാനുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് സമയം അവിടെ ചിലവഴിച്ചതിന് ശേഷമാണ് തിരിച്ചു പോകുന്നത്. കുറേ നേരം വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. പിന്നെ ആന ഇതുപോലെ ഡാൻസ് കളിക്കുന്നതൊക്കെ കണ്ടിട്ട് നാട്ടിന് അതുപോലെയൊക്കെ കളിച്ചു ഒക്കെ നിന്നിരുന്നു കേട്ടോ. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് നേരെ പകലൊക്കെ പോകണവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊഴുത് കഴിഞ്ഞ് അവിടുന്ന് നേരെ വന്ന് ഈ ആനക്കോട്ടയിലൊക്കെ പോയിട്ട് ആനേനൊക്കെ കണ്ടിട്ട് തിരിച്ചു പോരാം. അപ്പോൾ കുറേ ആനകളുണ്ടായിരുന്നു കേട്ടോ. കുറേ ആനേനെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു. കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് അതിൽ ഇടയ്ക്ക് കൊണ്ടുപോകണുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ അതൊക്കെ കണ്ട് അവിടെ കുറേ നേരം നിന്നു. അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി.